വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ആദ്യം ഒരു കാര്യം പോലീസുകാരോടാണ്. എല്ലാ പോലീസുകാരെയും കുറിച്ചല്ല ഈ അഭിപ്രായം. ജനമൈത്രി പോലീസിൽ നല്ല പോലീസുകാരുമുണ്ട്. എനിക്കറിയാവുന്നവരും നമ്മുടെ സുഹൃത്ത് വലയത്തിൽ ഉള്ളവർക്കെല്ലാം പോലീസിൽ നിന്നും നല്ല അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത്തരം പോലീസുകാരെ കുറിച്ചല്ല ഈ വീഡിയോ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പകരം പോലീസ് സേനയാകെ നാണക്കേടിലാക്കുന്ന ഇടിയൻ പോലീസുകാരെ കുറിച്ചാണ്, പോലീസിന്റെ സൽപ്പേര് കളഞ്ഞു കുളിക്കുന്ന പോലീസുകാരെ കുറിച്ച് മാത്രമാണ് ഈ ഒരു വീഡിയോ. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ കാടൻ പോലീസുകാർക്കെതിരെ നടപടിയെടുത്തുവത്രേ. 4 പേരെയും സസ്പെൻഡ് ചെയ്തതാണ് ഉത്തരമേഖല IG രാജ്പാൽ മീണയെടുത്ത നടപടി. വലിയ കടുത്ത നടപടിയായി പോയല്ലോ സാർ. അത് സസ്പെൻഡ് ചെയ്ത് വീട്ടിലിരുത്തി. ഇതിനെ നടപടി എന്നാണോ സാർ പറയുക? ഇതിന് പറ്റിയ പേര് സുഖ ചികിത്സ എന്നാണ്. കാടന്മാരെ പോലെ ഒരു മനുഷ്യനെ വളഞ്ഞിട്ട് തല്ലി അവന്റെ ചെവിക്കല്ലും അടിച്ച് തകർത്തിട്ട് പറയുന്നു അവരെ ഞങ്ങൾ സസ്പെൻഡ് ചെയ്തുവെന്ന്. ഇനി സസ്പെൻഡ് ചെയ്തിട്ട് വീട്ടിലിരുത്തിയാൽ അവർ മനുഷ്യന്മാരാകുമോ? ഒരു ഉറപ്പുമില്ല. സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞാൽ ഒരുപക്ഷെ തിരികെ വരും. ഇപ്പോൾ സസ്പെൻഡ് ചെയ്തതിനു കൂടി പ്രതികാരമായി അന്നും ഏതെങ്കിലും പാവത്തെ ഇടിച്ചിട്ട് ചെവിക്കല്ലോ നട്ടല്ലോ തകർക്കും. എന്നിട്ട് പിന്നെയും സസ്പെൻഷൻ കൊടുക്കണം. ആഹാ, എത്ര മനോഹരമായ ആചാരങ്ങൾ! ഇത്തരം കാടന്മാർക്ക് കൊടുക്കേണ്ടത് സസ്പെൻഷൻ അല്ല സാർ. ഇനി ഒരിക്കലും അവർ കാക്കിക്കുള്ളിൽ തിരികെ കയറാൻ പാടില്ല. അത് ഉറപ്പാക്കാനുള്ള ആർജവം സർക്കാർ കാണിക്കണം. കൃത്യമായും സസ്പെൻഷൻ അപ്പുറം വലിയ കടുത്ത നടപടി തന്നെ ഈ സംഘം അർഹിക്കുന്നുണ്ട്. സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നതടക്കമുള്ള കടുത്ത നടപടികളാണ് വേണ്ടത്. അതിനുവേണ്ട നിയമ നടപടികളിലേക്ക് സുജിത്ത് കടക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. പലകുറി ആലോചിച്ച ശേഷമാണ് പോലീസ് ഈ കാടൻ സംഘത്തെ സസ്പെൻഡ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചത്. ഒരിക്കൽ നടപടിയെടുത്തതാണ് എന്നും വീണ്ടും നടപടിയെടുക്കുന്നത് കോടതിയിൽ നടക്കുന്ന കേസിൽ തിരിച്ചടിക്കുമോ എന്നെല്ലാമായിരുന്നു പോലീസിന്റെ സംശയങ്ങൾ. അപ്പോഴും DIGക്ക് സന്ദേഹമൊന്നും ഉണ്ടായിരുന്നില്ല. കടുത്ത നടപടി തന്നെ വേണമെന്ന് DIG ഹരിശങ്കർ അടക്കമുള്ളവർ നിലപാടെടുത്തു. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തായ ഘട്ടത്തിൽ ഇത്തരം കടുത്ത നടപടികൾ മാതൃകാപരമാകുമെന്ന് അദ്ദേഹം ഉന്നത വൃത്തങ്ങളെ അറിയിച്ചു. എന്നിട്ടും ഈ 4 അംഗ സംഘത്തിനെതിരായ നടപടി സസ്പെൻഷനിൽ ഒതുങ്ങി. ഒന്നോർത്തു നോക്കൂ, എത്ര കഴിവുകെട്ട സിസ്റ്റമാണ് നമ്മുടെ നാട്ടിലെ ആഭ്യന്തര വകുപ്പെന്ന് പറയുന്ന സംവിധാനം. ഒരു സാധാരണക്കാരനല്ല, അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിട്ട് പോലും നിരപരാധിയായ ഒരാളെ ഒരു കാരണവുമില്ലാതെ കുറ്റവാളികളെ കൊണ്ടുപോകുന്നത് പോലെ ജീപ്പിലിട്ട് കൊണ്ടുപോയി അടിച്ച് ചെവിക്കല്ല് തകർത്തിട്ട് അക്കാര്യത്തിൽ പരാതി നൽകിയിട്ടും കോടതി നേരിട്ട് കേസെടുത്തിട്ടും കുറ്റവാളികൾക്കെതിരെ നടപടിയെടുക്കാൻ വേണ്ടി വന്നത് 29 മാസം. അതും പരാതിക്കാരൻ നിയമ നടപടിയുടെ അങ്ങേയറ്റം പോയി. പോലീസുകാർ തന്നെ മുക്കിയ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് അത് പുറത്തുവിട്ടതിന് ശേഷം മാത്രമാണ് നടപടി ഉണ്ടായത് എന്ന് ഓർക്കുമ്പോൾ എന്താണ് പറയേണ്ടത്? പോലീസ് മർദ്ദനത്തിന്റെ സകല ക്രൂരതകളും അനുഭവിച്ച 2 പേർ മന്ത്രിസഭയിലുള്ളപ്പോൾ അതിൽ ഒരാൾ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോഴാണ് നിരപരാധിയായ ഒരു മനുഷ്യൻ ഇത്രയും ശാരീരിക മാനസിക പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്ന് ഓർക്കണം. അങ്ങനെ ഒരു മനുഷ്യൻ ഇത്രയും പീഡനം സഹിച്ചിട്ടും ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ അത് അയാളുടെ മനക്കരുത്തും ഒപ്പം ഇന്നും നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ട് കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. 2023 ഏപ്രിൽ 5-നാണ് യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലീസുകാർ ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയത്. അവിടെ നിന്നിങ്ങോട്ട് പല നിയമ പോരാട്ടങ്ങൾ നടത്തി നടപടിയിലേക്ക് എത്താനെടുത്ത കാലയളവ് 29 മാസം, അഥവാ 2025 സെപ്റ്റംബർ 6. എന്നിട്ടും ഇത്ര ക്രൂരമായ നീതി നിഷേധത്തിനിരയായ മനുഷ്യന് നീതി കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. പേരിനൊരു സസ്പെൻഷനിലേക്ക് എത്താൻ പോലും പോലീസ് വകുപ്പിന്, ആഭ്യന്തര വകുപ്പിന് നിരവധി ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായി എന്ന് ഓർക്കുമ്പോൾ നടപടി എടുക്കണോ എന്ന് പലകുറി സംശയിച്ചു നിന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ആഭ്യന്തര വകുപ്പിനെയും സിസ്റ്റത്തെയും കുറിച്ച് ലജ്ജ തോന്നുന്നത്. സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ടാണ് തനിക്ക് മർദ്ദനമേറ്റതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിക്കാൻ 2.5 വർഷക്കാലം നിയമ പോരാട്ടം നടത്തിയത് എന്ന് ഓർക്കണം. അതും നമ്പർ 1 കേരളം എന്ന സംസ്ഥാനത്ത്. ഒരിക്കൽ നടപടിയെടുത്തവർക്കെതിരെ രണ്ടാമത് നടപടിയെടുക്കാൻ വകുപ്പുണ്ടോ എന്ന് നിയമോപദേശം തേടണമത്രേ. അതും ഏത് പോലീസിന്? ഒരു നിരപരാധിയെ കള്ളക്കേസിൽ കൊടുക്കാൻ, കള്ള FIR ഉണ്ടാക്കാൻ രണ്ടാമത് പോയിട്ട് ഒറ്റത്തവണ പോലും ആലോചിക്കേണ്ടി വന്നിട്ടില്ലാത്ത കേരളത്തിലെ പോലീസിന്, ആ നിരപരാധിയെ പോലീസിന്റെ ഭീഷണി ചോദ്യം ചെയ്തതിന്റെ പേരിൽ കാടൻ ഇടിയിടിച്ച് ചെവിക്കല്ല് പൊട്ടിക്കാൻ അരനിമിഷം പോലും ആലോചിക്കേണ്ടി വന്നിട്ടില്ലാത്ത പോലീസിന് നടപടിയെടുക്കാൻ നിയമോപദേശം വേണമെന്ന്. ഇനി അന്നെടുത്ത ആ കടുത്ത നടപടി എന്തായിരുന്നു?
കുന്നംകുളത്ത് നിന്ന് തൃശൂരിലെ വിവിധ സ്റ്റേഷനുകളിലേക്കുള്ള സ്ഥലം മാറ്റവും ഇൻക്രിമെന്റ് തടയലും. ഇതിലും കടുത്ത ഒരു ശിക്ഷ ഇനി അവർക്ക് കൊടുക്കാനില്ലല്ലോ. പാവങ്ങൾ കഞ്ഞികൂടി മുട്ടിക്കാണും. ഈ 2.5 വർഷത്തിനിടെ ഈ കാടന്മാർ ഇനി എത്ര നിരപരാധികളുടെ നെഞ്ചും കൂടും നട്ടെല്ലും ഇടിച്ച് കലക്കി കാണും. പുറത്തു വരാത്ത സംഭവങ്ങൾ എത്രയുണ്ടാകും. അതുകൊണ്ട് ഇത്തരം അസുരന്മാർ കാക്കിയിടുന്നില്ല എന്ന, സിസ്റ്റത്തിന്റെ ഭാഗമാകുന്നില്ല എന്ന്, സേനയിൽ ഇല്ല എന്ന് ഉറപ്പാക്കാൻ പ്രിയപ്പെട്ട ആഭ്യന്തരമന്ത്രി അങ്ങ് തയ്യാറാകണം. കാരണം അങ്ങേക്കറിയാം പോലീസിന്റെ ക്രൂരമർദ്ദനം എന്താണെന്ന്. അത് അനുഭവിച്ചയാളാണ് താങ്കൾ. പോലീസുകാർക്കെതിരെ നടപടിയെടുക്കുന്നത് സംബന്ധിച്ച് നിയമോപദേശം തേടിയ ശേഷമാണ് ഇപ്പോഴത്തെ പേരിനുള്ള സസ്പെൻഷനിലേക്ക് പോലും പോലീസ് എത്തുന്നത്. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തായ സാഹചര്യത്തിൽ കടുത്ത നടപടി വേണമെന്ന് DIG ഹരിശങ്കർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ നിലപാടെടുത്തപ്പോഴും ഉന്നതങ്ങളിലിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അതിൽ സംശയമായിരുന്നു. കോടതിയിൽ കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലീസ് തുടർ നടപടിയെടുത്താൽ അത് തിരിച്ചടിക്കുമെന്ന ആശങ്ക. നിലവിലുള്ള നടപടി പുനഃപരിശോധിക്കുന്നതിന് കോടതിയിലെ കേസ് തടസ്സമാകില്ല എന്ന വാദം കൂടി ഉയർന്നതോടെ അഭിപ്രായ ഭിന്നതയായി. നിയമോപദേശം തേടി സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയ ശേഷമാണ് സസ്പെൻഷൻ എന്ന ഉപായം കൊണ്ട് ഓട്ടയടയ്ക്കുന്ന നടപടിയിലേക്കെങ്കിലും എത്തിയത്. സസ്പെൻഷൻ നടപടിയിൽ മർദ്ദനമേറ്റ സുജിത്തോ കോൺഗ്രസ് പാർട്ടിയോ തൃപ്തരല്ല. സസ്പെൻഷൻ അല്ല, പിരിച്ചുവിടലാണ് വേണ്ടത് എന്ന് അവർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. സസ്പെൻഷൻ ശിക്ഷാ നടപടിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം DIG തന്നെ പറഞ്ഞതും ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസിന്റെ നീക്കം. അതോടൊപ്പം മർദ്ദിച്ച 5ാമത്തെ പോലീസുകാരൻ ഇപ്പോഴും ഈ നടപടിക്ക് പുറത്താണ്. അന്ന് കുന്നംകുളത്തെ പോലീസ് സ്റ്റേഷനിൽ ഡ്രൈവറായിരുന്ന ഷുഹൈർ എന്ന പോലീസുകാരൻ പിന്നീട് തസ്തിക മാറ്റം വഴി തദ്ദേശ വകുപ്പിൽ ജീവനക്കാരനായി. നിലവിൽ തൃശൂരിൽ തന്നെ പഴയന്നൂരിൽ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറായി ജോലി ചെയ്യുകയാണ് ഇയാൾ. വകുപ്പ് മാറ്റം സംഭവിച്ചതുകൊണ്ട് തന്നെ ഇയാൾക്കെതിരായ നടപടിയിൽ ആശയക്കുഴപ്പമുണ്ട്. വകുപ്പ് മാറ്റം സംഭവിച്ചതിനാൽ ഷുഹൈറിനെതിരെ ആഭ്യന്തര വകുപ്പിന് നടപടി സ്വീകരിക്കാനാവില്ല. SI അടക്കം 4 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും സസ്പെൻഷൻ നടപടി നടക്കുമ്പോഴും ഷുഹൈറിനെ ഉൾപ്പെടുത്താനായിട്ടില്ല. തദ്ദേശ വകുപ്പാണ് നടപടി സ്വീകരിക്കേണ്ടത് എന്ന് പോലീസ് പറയുന്നു. അതേസമയം മറ്റൊരു വകുപ്പിൽ ജോലിയിലിരിക്കുന്നതിനിടെയുണ്ടായ സംഭവത്തിൽ തദ്ദേശ വകുപ്പ് നടപടി സ്വീകരിക്കുന്നത് എങ്ങനെയെന്ന ചോദ്യവും ഉയർന്നിട്ടുണ്ട്. കുന്നംകുളം കോടതി സ്വമേധയാ എടുത്ത കേസിലെ ഉത്തരവിൽ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയാലേ നടപടി സ്വീകരിക്കാൻ കഴിയൂവെന്നും പറയുന്നു. സസ്പെൻഷന് പകരം സർവീസിൽ നിന്ന് പിരിച്ചുവിടലടക്കം ഉന്നയിച്ച് പ്രക്ഷോഭങ്ങളും നിയമ പോരാട്ടങ്ങളും തുടരാനാണ് കോൺഗ്രസ് തീരുമാനം. ഒപ്പം 5ാമനെതിരെ കൂടി നടപടിയെടുക്കുന്നതുവരെ സമരം തുടരും. സുജിത്തിനൊപ്പം ഒരു നാട് മുഴുവനുമുണ്ട്. അതേസമയം സസ്പെൻഷനിലായ 4 പോലീസുകാരും വല്ലാത്ത അവസ്ഥയിലാണിപ്പോൾ. നാടെങ്ങും കോൺഗ്രസിന്റെ പ്രതിഷേധമുള്ളപ്പോൾ വലിയ ഭയപ്പാടിലാണ് ഇവർ. 4 പോലീസുകാരുടെയും വീടുകൾക്ക് മുന്നിലും പ്രതിഷേധങ്ങൾ നടക്കുന്നതിനാൽ പോലീസ് ഇവരുടെ വീടിന് കാവലേർപ്പെടുത്തിയിട്ടുണ്ട്. വല്ലാത്ത ഒരു ഊരാക്കുടുക്കിലാണ് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ ആ 4 പോലീസുകാരും. കോളിളക്കം സൃഷ്ടിച്ച കേസായതിനാൽ ഒരു രാഷ്ട്രീയക്കാരനും ഇവരെ സഹായിക്കാനും വരില്ല. ജോലി പോകുമെന്ന ഭയത്തിൽ തന്നെയാണ് ഇവർ. ഈ ഇടിയന്മാർ ഇനി പോലീസ് യൂണിഫോം അണിയരുത് എന്ന് തന്നെയാണ് കേരളക്കര ആഗ്രഹിക്കുന്നതും.